നിയമസഭാ തെരഞ്ഞെടുപ്പിലെ SDPI സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തയ്യാറായി. കോഴിക്കോട്ട് നടന്ന പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിലാണ് അന്തിമ ലിസ്റ്റ് തയ്യാറായത്. തെരഞ്ഞെടുപ്പിനോട് ആത്മാർത്ഥതയില്ലാതെ രഹസ്യധാരണയിലൂടെയും ചർച്ചകളിലൂടെയുമാണ് ഇരു മുന്നണികളും മുന്നോട്ടു പോകുന്നതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ് ആരോപിച്ചു. SDPI സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഹോട്ടൽ റോയൽ കിങ്ടണിൽ നടന്നു. സ്ഥാനാർത്ഥികളുടെ രണ്ടാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനുമാണ് യോഗം ചേർന്നത്. യോഗത്തിൽ SDPI സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ് അധ്യക്ഷനായിരുന്നു. തെരഞ്ഞെടുപ്പിനോട് ആത്മാർത്ഥതയില്ലാതെ രഹസ്യധാരണയിലൂടെയും ചർച്ചയിലൂടെയുമാണ് ഇരുമുന്നണികളുടെയും പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 34 മണ്ഡലങ്ങളിലെ SDPI സ്ഥാനാർത്ഥികളാണ് ആദ്യ പട്ടികയിലുള്ളത്. രണ്ടാമത്തെ പട്ടിക കൂടി പ്രസിദ്ധീകരിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും അന്തിമ തീരുമാനമായി. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് SDPI ഇത്തവണ ശ്രമിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരിയും കോഴിക്കോട് സൌത്തിൽ UK ഡെയ്സി ബാലസുബ്രഹ്മണ്യനുമാണ് SDPI സ്ഥാനാർത്ഥികൾ. മാറ്റണം മാഫിയകളെ, വേണം ഒരു ബദൽ എന്ന ആശയം മുൻനിർത്തിയാണ് SDPI തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇരുമുന്നണികളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ മറികടക്കാൻ ശ്രമിക്കുമെന്നും സാധ്യമാകുന്ന സീറ്റുകളിലൊക്കെ മത്സരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മുന്നണികൾ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, MK മനോജ് കുമാർ, AK സലാഹുദ്ദീൻ, റോയ് അറക്കൽ, PK ഉസ്മാൻ, AK മജീദ്, KK റൈഹാനത്ത് ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.